ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിനയം പറയാണ്, എനിക്ക് വേണമെങ്കിൽ ചടങ്ങിന് സുശീലാൻ്റിയെ വിളിക്കാം, പക്ഷേ ഞാൻ എന്ത് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രതീക്ഷ കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ആ സമയം സുശീല അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, ആ വിനയനെ വിളിക്കാം, എൻ്റെ കുട്ടിയുടെ നൂലുകെട്ടല്ലേ എന്നല്ല അവൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെ കുട്ടീൻ്റെ നൂലുകെട്ടിന് എനിക്ക് വിളിക്കാൻ മറ്റാരെയും നോക്കേണ്ട ആവശ്യമില്ല എന്നങ്ങ് പറഞ്ഞിട്ട് പെട്ടെന്ന് വിനയൻ അങ്ങ് പറയാണ്, അത് പഞ്ചരത്നത്തിൽ വെച്ച് നടത്തുന്നത് കൊണ്ട് അച്ഛൻ്റെ പെർമിഷൻ വേണം, അച്ഛൻ വിളിക്കണമെങ്കിൽ മാത്രമാണ് ആൻറ്റിക്ക് വരാൻ പറ്റത്തുള്ളൂ, എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞിട്ട് അത് പിന്നീട് അങ്ങ് തിരിച്ചും പറയാൻ കേട്ടോ. ഇതോടുകൂടി സുശീലക്കാണെങ്കിലോ അങ്ങ് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാവുകയാണ്. ഇതേ സമയം വിനയം പറയുന്നുണ്ട്, എന്തായാലും ഈ മനുഷ്യന്മാരുടെ ഓരോ അവസ്ഥ എല്ലാം ഉണ്ടായിട്ട് ഒന്നും ഇല്ലാത്ത അവസ്ഥയിലോട്ട് പോകുന്ന ആളുകളുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ വലിയ സങ്കടമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നീ എന്താ വിനയെ പറഞ്ഞു വരുന്നത്? ഇപ്പം എന്നെ കാര്യം ആലോചിച്ച് നോക്കുക, എനിക്കിപ്പോൾ നല്ലൊരു വണ്ടിയുണ്ട്, പറഞ്ഞിട്ട് എന്താ ഒരു 2 ലക്ഷം രൂപ തികച്ചെടുക്കാൻ കഴിവില്ലാത്തവനായിപ്പോയി ഞാൻ എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്നതിനോട് കൂടി വിനയ, നീ എന്താ പറഞ്ഞാൽ, അത് എൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നടത്തണം, സത്യം പറയാൻ വെച്ചെങ്കിൽ എനിക്കൊരു ലോൺ എടുത്താൽ മതി, ഈ ഒരു വണ്ടി വെച്ചിട്ട് പണയത്തിലാക്കി പലിശ എത്ര കൊടുക്കാനും ഞാൻ തയ്യാറാണ്, എൻ്റെ കാര്യങ്ങൾ നടക്കണം, അപ്പോൾ അതിന് എനിക്കൊരു 2 ലക്ഷം രൂപ കിട്ടണം. പക്ഷേ എനിക്ക് ആരെയും അറിയില്ല, അല്ല ഇപ്പം ഞാനിപ്പോൾ ഇതൊക്കെ എന്തിനാ ആൻറ്റിയോട് ഇങ്ങനെ പറയുന്നത്? അതൊക്കെ ശരിയാണല്ലോ, ആൻറ്റിയോട് പറഞ്ഞിട്ട് എന്താ കാര്യം, ഇത്രയും വയസ്സായ ആൻറ്റിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വിനയനോട് ചോദിക്കുക, എനിക്കത്ര വയസ്സായിരുന്നു, എനിക്ക് വയസ്സൊന്നും ആയില്ല എന്ന് പറയണം കേട്ടോ. ആ സമയം ഞാൻ പറയാം, അയ്യോ ആൻറ്റി, ഞാൻ പൊതുവെ അങ്ങനെ പറഞ്ഞതാണ്, എന്തായാലും ഇപ്പോൾ ആൻറ്റിയെ ബുദ്ധിമുട്ടിച്ചിട്ട് കാര്യമില്ലല്ലോ, ആൻറ്റിക്ക് ഇപ്പോൾ ഇതൊന്നും ചെയ്യാനും പറയാനൊന്നും അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ, എടാ വിനയ, നീ എനിക്കൊരു സഹായം ചെയ്യുമോ? എന്താ ഞാൻ ചെയ്യേണ്ടത്? ഹർഷയ്ക്കൊന്ന് വിളിച്ചു തരുമോ? അത് കേട്ടോടനെ ഓ അതിനെന്താ എന്ന് പറഞ്ഞിട്ട് ഹർഷയ്ക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹർഷയ്ക്ക് വിളിക്കുന്നതിന് മുന്നേ ഹർഷ വിചാരിച്ചാൽ ഒരു പക്ഷേ എനിക്ക് പണം നൽകാൻ കഴിയുമോ, നീ ആദ്യം ഒന്ന് ഹർഷയ്ക്ക് വിളിക്കുക എന്ന് സുശീല പറയാണ് കേട്ടോ. എന്നാൽ ഈ സമയം രഘുവിൻ്റെ അടുത്ത് മാഷ് എത്തിയിരിക്കുകയാണ്. അങ്ങനെ മാഷും ദാസും കൂടി രഘുവിനോട് അപേക്ഷിക്കുന്നത് പോലെ സംസാരിക്കുകയാണ്. രഘു, നീ നമ്മുടെ വീട്ടിൽ വെച്ച് നടത്തുന്ന ഈ നൂലുകെട്ട് ചടങ്ങിന് നീ എന്തായാലും എത്തണം, എന്തായാലും നീ എത്താതിരിക്കരുത്, നമ്മുടെ വീട്ടിൽ ചടങ്ങല്ലേ, അപ്പോൾ നീ എത്തണം എന്ന് പറയുമ്പോൾ രഘു പറയണേ, ഇല്ലമ്മ, എന്നെ കൊണ്ട് ഒരിക്കലും വരാൻ പറ്റത്തില്ല, കാരണം അമ്പിളി എന്നെ എത്ര അപമാനിച്ചിട്ടും ഇനി ഞാൻ ആ വീട്ടിലോട്ട് കയറുന്നുണ്ടെങ്കിൽ അത് അമ്പിളി വിളിച്ചിട്ടായിരിക്കണം. അത് കേട്ടുകൊണ്ട് തന്നെ ദാസ് പറയണേ, വെറുതെ അണ്ണൻ ഇവൻ്റെ മുന്നിൽ കെറ്റാൻ നിൽക്കണ്ട, ഞാൻ കൊണ്ടുവന്ന് തരാമെന്ന് പറയണം കേട്ടോ. അപ്പോൾ ഈ സമയം രഘു പറയണേ, വെറുതെ ദാസങ്ങൾ വാക്കൊന്നും കൊടുക്കണ്ട, ഞാൻ വരില്ലെന്ന് പറഞ്ഞാൽ വരില്ല, കാരണം ഒരു പുരുഷന് ഇങ്ങനെയൊരു അപമാനം ഒരിക്കലും താങ്ങേണ്ടി വന്നിട്ടുണ്ടാവില്ല, അങ്ങനെ ഒരു അപമാനമാണ് എനിക്കുണ്ടായിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു അപമാനം കിട്ടിയ സ്ഥിതിക്ക് ഇനി അമ്പിളി വിളിക്കാതെ ഞാൻ ആ വീട്ടിലോട്ട് പോവില്ലെന്ന് പറഞ്ഞാൽ വീട്ടിലോട്ട് പോവില്ല, എന്നെ അമ്പിളി വിളിക്കണം, അമ്പിളി വിളിച്ചാൽ ഞാൻ അങ്ങോട്ടേക്ക് പോകും. അത് കേട്ടോടെ മാഷി പറയണേ, നീ ഒരു കാര്യം ചിന്തിക്കുക രഘു, നീയും അമ്പിളിയും വാശിക്കാരത്തിയാണ്, അമ്പിളി എന്ന് പറയുന്നവർ കഥയില്ലാത്ത പെണ്ണാണ്, അവളുടെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നീ ചില കാര്യങ്ങൾ അങ്ങ് ക്ഷമിച്ചൂടെ? അത് കേട്ടോടെ തന്നെ രഘു പറയണേ, ഇനി ക്ഷമിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല, കഴിവിൻ്റെ പരമാവധി ഞാൻ ക്ഷമിച്ചു, പക്ഷേ എന്നിട്ടും എന്നെ അവൾ ആട്ടിത്തുപ്പുമ്പോൾ വിലയില്ലാത്തോടത്ത് വന്നിട്ട് കാര്യമില്ലല്ലോ, അവളുടെ വാശി നോക്കൂ, ഒന്ന് എന്നെ ഫോണിൽ വിളിച്ച് അവൾക്ക് വരാൻ പറയാൻ കഴിയുന്നില്ല, അപ്പോൾ എൻ്റെ മാനസികാവസ്ഥ അവൾ മനസ്സിലാക്കുന്നില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വരില്ല എന്ന് പറയട്ടോ. അപ്പോൾ ഈ സമയം മാഷ് പറയണേ, നിങ്ങൾക്ക് 2 പേർക്കും ഇടയിൽ കിടന്നിട്ട് ഞാനാണ് ബുദ്ധിമുട്ടുന്നത് രഘു, നീ എൻ്റെ മരുമകൻ മാത്രമല്ല എൻ്റെ മകനാണ്, അതുകൂടി നീ ആലോചിക്കണം, ഞാൻ ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലെ എൻ്റെ പെൺമക്കളുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തേണ്ടവൻ നീയാണ്, നീ എൻ്റെ മോനും കൂടിയാണ്, എൻ്റെ മൂത്ത മോനാണ്, അതൊന്നും നീ മറക്കരുത് എന്നൊക്കെ ഇങ്ങനെ രഘുവിനോട് പറയണം കേട്ടോ. ആ സമയം രഘു ആണെങ്കിലോ, രഘുവിന് ഇതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ രഘു പറയാണ്, അമ്മാവ ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ വരില്ല, അമ്മാവ എന്ത് പറഞ്ഞാൽ ആ ഒരു ഇത് എന്നും എന്നിലുണ്ടാവും, പക്ഷേ എനിക്ക് വരാൻ പറ്റില്ല അമ്മയുടെ മുന്നിൽ എന്ന് പറയണം കേട്ടോ. അപ്പോൾ അത് കേട്ടോടെ തന്നെ വല്ലാതെ മാഷി കിടന്ന് കെഞ്ചുന്നത് കാണുമ്പോൾ ദാസിന് ദേഷ്യം പിടിക്കുക. അപ്പോൾ ദാസ് പറയുന്നത്, ഞാൻ എന്തായാലും അണ്ണാ കൊണ്ടുവരാം, എന്തായാലും ടെൻഷൻ ആവണ്ട, ഞാൻ രഘുവിനായിട്ട് വന്നോളാം, ഇനി സംസാരമില്ല പറച്ചിലുമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ സംസാരം നിർത്തുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഇന്ദ്രൻ വീട്ടിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ സോനയോട് പറയണേ, അമ്മ ഇങ്ങോട്ടാണ് പോയതെന്ന് അറിയില്ല. അത് കേട്ടോടെ തന്നെ ശ്യാമ പറയണേ, എന്താ ഇത്ര സംശയം, അവർ ആ ഹർഷയെ കാണാൻ പോയിരിക്കുകയാണ്. അത് കേട്ടോടെ തന്നെ ഹർഷയെ കാണാൻ പോയിരിക്കേ എന്നിങ്ങനെ പ്രതിഭ പറയാണ്, ഹർഷയെ കാണാൻ മാത്രം എന്താണ് അവരോട് ഇത്ര ഒരു കൂറ്, അതിലെന്താ സംശയം എന്ന് പറഞ്ഞിട്ട് ശ്യാമ പറയണേ, ഹർഷയും സുശീലാൻ്റെയും ഒരേ മനസ്സാണ്, അവർ രണ്ടുപേരും ഒരു കാര്യമാണ് ചിന്തിക്കുന്നത്, അതുകൊണ്ടാണ് ഹർഷയെ കൂടുതലായി സുശീലാൻ്റി കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയാം കേട്ടോ. ഇതേ സമയം ഇന്ദ്രൻ പറയാണ്, എന്തായാലും ഞാൻ രവിക്ക് വിളിച്ച്, പക്ഷേ അമ്മ അവിടെ എത്തിയിട്ടില്ല, ഹർഷയെ കാണാൻ എത്തിയിട്ടില്ല എന്ന് പറയാം കേട്ടോ. അത് കേട്ടോടെ തന്നെ സോന പറയാം, അയ്യോ അമ്മ പിന്നെ എവിടെ പോയി, എന്നാൽ നമുക്കൊരു കേസ് കൊടുത്തൂടെ? അത് കേട്ടോടെ തന്നെ ശ്യാമ പറയണേ, ഇതിൻ്റെ പേരിൽ കേസൊന്നും കൊടുക്കാൻ പറ്റത്തില്ല, കേസ് കൊടുത്താൽ തീർച്ചയായും കൊടുക്കുന്നത് നമ്മളായിരിക്കും. അത് കേട്ടോടെ തന്നെ ഇന്ദ്രൻ പറയണേ, അത് ശരിയാണ്, അപ്പോൾ ഇന്ദ്രേട്ട അമ്മയെ കണ്ടെത്താൻ ഇനി
എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ സോന ചോദിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയം ഉടൻ തന്നെ പറയണേ, ഇനി ഇങ്ങനെ ടെൻഷനാവൊന്നും വേണ്ട, അമ്മയെ കണ്ടെത്താൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അവർ തോന്നുമ്പോൾ ഇറങ്ങിപ്പോയ സ്ഥിതിക്ക് തോന്നുമ്പോൾ തന്നെ തിരിച്ചു വരട്ടെ, അത് തന്നെയാണ് വഴി. അപ്പോൾ അമ്മ ഇങ്ങോട്ടാണ് പോയിട്ടുണ്ടാവുക എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ. ആ സമയം ഇന്ദ്രൻ പറയണേ, എന്താ സംശയം, ഹർഷയെ കാണാൻ തന്നെ. ഞാൻ രവിക്ക് വിളിച്ചപ്പോൾ രവിനോട് പറഞ്ഞു ഹർഷ അവിടെ ഇല്ല, ഹർഷ ഒരു ഫോൺ കോൾ വന്നതിൽ പിന്നെ ഹർഷ അങ്ങ് ഇറങ്ങിപ്പോയി എന്നാണ് പറഞ്ഞത്. അത് കേട്ടോടെ തന്നെ അനുഭവം പറയണം. അപ്പോൾ അവർ പുറത്ത് വെച്ചുള്ള കൂടിക്കാഴ്ചയാണ് എന്ന് പറയാം കേട്ടോ. പിന്നീട് കാണിക്കുന്നത് വിനയൻ അതുപോലെ സുശീല, ഹർഷ ഇവർ തമ്മിലുള്ള സംസാരമാണ് കേട്ടോ. വിനയനോട് പറയണേ, എൻ്റെ പേരിലില്ലാത്ത വണ്ടി ഞാൻ എങ്ങനെ പണയത്തിലെടുത്ത് പലിശ തരാനാണെന്ന് ഹർഷ ചോദിക്കുകയാണ്. ഒന്നെങ്കിൽ നീ ഈ വണ്ടി മറ്റുള്ളവർക്ക് മാറ്റി എഴുതണം, മാറ്റി എഴുതാൻ നിൻ്റെ പേരിൽ പോലും ഈ വണ്ടി ആക്കിയിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ മാറ്റി എഴുതാനാണ്? ഇനിയിപ്പോൾ എന്താ ചെയ്യുക വിനയ, എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റില്ല. പിന്നെ ഒരു വഴിയേ ഉള്ളൂ. എന്താ വഴിയെന്ന് വെച്ചാൽ നിൻ്റെ വേറെന്തെങ്കിലും വസ്തു നിൻ്റെ പേരിലുണ്ടോ? എനിക്കൊന്നും ഇല്ലാത്തവനാണ് എന്ന് പറഞ്ഞ് വിനയ ഇങ്ങനെ തലമുനിച്ച് നിൽക്കുമ്പോൾ, അല്ല വീടോ മറ്റോ, വീട് ആരുടെ പേരിലാണ്? അതെൻ്റെ അമ്മയുടെ പേര്. എന്നെ രക്ഷപ്പെട്ടില്ലേ, നിൻ്റെ അമ്മയുടെ പേരിലാണെങ്കിൽ ആ വീട് വെച്ച് നിനക്ക് പണം എടുക്കാമെന്ന് പറയട്ടോ. അത് കേട്ടോടെ തന്നെ സുശീല പറയണം, ഇതാണ് ഹർഷേ, നമ്മളെല്ലാവർക്കും ഒരു സഹായം ചെയ്തു കൊടുക്കും, പക്ഷേ നമ്മളെ ആർക്കും കണ്ടുകൂടാ. നമ്മൾ എന്ത് സഹായം ചെയ്താലും ആർക്കും അത് അത്ര വല്ലാതെ സുഖിക്കുകയില്ല, അതാണ് ആളുകളുടെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും സംസാരം തുടരുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം വിനയം ചോദിക്കുകയാണ്, അല്ല വീട് വെച്ച് പണയം കിട്ടുമോ? അതെ, നീ ഒരൊറ്റ മോനല്ലേ, അപ്പോൾ നീ എന്തായാലും ഈ വീട് പണയത്തിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഉടൻ തന്നെ വിനയനോട് പറയണേ, വിനയ നിൻ്റെ വീട് നല്ല വലിയ വീടല്ലേ എന്നിങ്ങനെ സുശീല പറയുമ്പോൾ ഹർഷ പറയണേ, നിൻ്റെ വലിയ വീടായതുകൊണ്ട് തന്നെ നിനക്ക് അത്യാവശ്യം പണം അതിൽ നിന്നും കിട്ടുമോ? ആണോ, കിട്ടുമോ? എന്നാൽ എനിക്കൊരു ബിസിനസ് തുടങ്ങാനുള്ള പണം കൂടിയും കിട്ടുമോ? അത് കിട്ടുമെന്ന് പറയട്ടോ. അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ, എന്നാൽ എനിക്കൊരു 10 ലക്ഷം രൂപ വേണം. 10 ലക്ഷം രൂപ കിട്ടുമോ? കിട്ടും വിനയ, നീ വീടിൻ്റെ എഗ്രിമെൻറ്റ് വായോ, ഞങ്ങൾ വേണ്ടതൊക്കെ ചെയ്യാം. അപ്പോഴേക്കും സുശീല പറയണേ, എന്തിനാ എല്ലാവർക്കും ഓരോന്ന് ചെയ്തു കൊടുത്തിട്ട് എന്താ, ആരും നമ്മളെ സഹായിക്കില്ല എന്ന് പറയട്ടെ. അപ്പോൾ വിനയം പറയണേ, എന്താ നിങ്ങൾ എന്നെ ഉദ്ദേശിച്ചിട്ടാണോ? അപ്പോൾ ഹർഷ പറയണേ, ഞങ്ങൾക്കൊരു സഹായം വന്നാൽ വിനയ നീ ഞങ്ങളുടെ കൂടെ നിൽക്കുമോ? അതെന്തായാലും തീർച്ചയായും ഞാൻ നിൽക്കുമെന്ന് പറയട്ടോ. പിന്നീട് സുശീല പറയണേ, നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാൻ, എനിക്ക് നന്നായി വിശക്കുന്നുണ്ടെന്ന് പറയണേ. എന്നാൽ ശരി, വണ്ടിയിലോട്ട് കയറുമെന്ന് പറഞ്ഞിട്ട് വിനയൻ 3 പേരെയും ഭക്ഷണം കഴിപ്പിക്കാൻ കൊണ്ടുപോകണം കേട്ടോ. ഇതേ സമയം മാഷിനെയാണ് കാണിക്കുന്നത്. മാഷ് രാമനാഥനുമായി സംസാരിക്കുകയാണ്. രാമനാഥൻ ദയയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ സമയം ഞാനാണ് എൻ്റെ മോനോട് പറഞ്ഞത്, ദയക്ക് ഇഷ്ടമില്ലാത്ത ഈ ഒരു ഇത് കളഞ്ഞേക്കാൻ ഞാനാണ് എൻ്റെ മോനോട് പറഞ്ഞത്. അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ പോയി, ദയക്ക് വേറെന്തോ പ്രശ്നമാണ്. അപ്പോൾ ഇത് കേട്ടോടെ തന്നെ മാഷ് പറയണേ, എന്തായി കേൾക്കുന്നത്, എൻ്റെ മകൾക്ക് എന്ത് പ്രശ്നമാണ്, അതൊന്നും അറിയത്തില്ല, ഒരു കോയമ്പത്തൂർ പോയിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയണേ. ഇവിടെയുള്ളവർക്കൊന്നും ഈ ഒരു സത്യം അറിയില്ല, ഇനി അതിമ പിടിച്ച് തിന്നും, മാത്രമല്ല അവർ ടൂർ പോയി എന്ന് പറഞ്ഞ് വരുത്തി ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്തായാലും ദയക്കൊരു വിഷ്ണു എൻ്റെ കുഞ്ഞിനെ എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞ് മാഷ് ടെൻഷനാവുകയാണ്. അപ്പോൾ ഈ സമയം അനിത അങ്ങോട്ടേക്ക് കയറി വരാനിട്ട. അങ്ങനെ അനിതയെ കണ്ടവിടെ തന്നെ മാഷ് ഇങ്ങനെ പറയുകയാണ്, ഉണ്ണിക്കുട്ടൻ എവിടെയെന്ന്. ഉണ്ണിക്കുട്ടൻ ഉറങ്ങുകയാണെന്ന് പറയണോ, ഉണ്ണിക്കുട്ടനെ ഉണർത്തിട്ട്. അപ്പം രാമനാഥൻ പറയണ അത് വേണ്ട. അപ്പോഴേക്കും രാമനാഥൻ പറയണ, അനിതയെ ഇവിടെ ചീരുവിൻ്റെ കുഞ്ഞിന് നൂലുകെട്ട് പറയാനാണ് വന്നിരിക്കുന്നത്, അപ്പം നമുക്ക് ഉണ്ണിക്കുട്ടനെയും കൊണ്ട് ഇവിടെ നിന്ന് പോകണം. ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഉണ്ണിക്കുട്ടൻ ആ പരിപാടിയിൽ പങ്കെടുക്കണം. അയ്യോ, എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരു പക്ഷേ വാസന്തിയേച്ചിയും ധനേട്ടനും പോവാന്ന് പറഞ്ഞാൽ അച്ഛ എനിക്ക് വരാൻ കഴിയുമോ? അതെ, ഉണ്ണിക്കുട്ടൻ അവരുടെ കൂടെ പോവില്ലല്ലോ, നിൻ്റെ കൂടെയല്ലേ വരിക. അപ്പം പിന്നെ നീ എന്തിനാണ് അവരെ കൂടെ കൊണ്ടുപോകുന്നത്? അതിൻ്റെ ആവശ്യമില്ല, അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് രാമനാഥൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് എന്തായാലും കുഞ്ഞിനെ കാണട്ടെ എന്ന് പറയുമ്പോൾ രാമനാഥൻ പറയും, അത് വേണ്ട, അവനെ ഉറങ്ങിക്കോട്ടെ, ഇനിയിപ്പോൾ പോവാൻ നേരം കുഞ്ഞ് എണീക്കുകയാണെങ്കിൽ അപ്പോൾ പോയി കാണാം എന്ന് പറയുമ്പോൾ ശരി, അങ്ങനെ ആവട്ടെ എന്ന് മാഷും പറയാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സുശീലയെ തന്നെയാണ്. സുശീല അത് നടന്ന് വീട്ടിലോട്ട് കയറി വരികയാണ്. ആരെങ്കിലും തന്നെ കാണുന്നുണ്ടോ എന്ന് നോക്കി പാത്തും പതുങ്ങിയും വീട്ടിലോട്ട് കയറുമ്പോൾ ഉടൻ തന്നെ സോന, അമ്മ എവിടെയോട്ടാണ് പോയിരുന്നത്? അപ്പോഴേക്കും വെള്ളം കുടിക്കാൻ ഇടുക. അപ്പോൾ മുറുക്ക് വെള്ളം ചെങ്കിൽ കുടുങ്ങിയതുപോലെ ആവുകയാണ്. ഈ എന്നാ ഫാൻ ഇട്ടടി, എന്തൊരു ചൂടാണ്, എന്തൊരു കഷ്ടമാണ്, അയ്യോ ഉഷ്ണം സഹിക്കുന്നില്ല, അമ്പലത്തിൽ ഇതുവരെ നടക്കേണ്ടി വന്നു എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ സോന ചൂടാവുകയാണ്. അമ്മ എന്തായി ഉദ്ദേശിക്കുന്നത്? അമ്മ എന്തായി കാട്ടിക്കൂട്ടുന്നത്? അമ്മ എന്താണ് ഇന്ദ്രേട്ടനോട് ചെയ്തത്? ഇന്ദ്രേട്ടനെ അവിടെ തനിച്ചാക്കി അമ്മ അങ്ങോട്ടേക്കാണ് പോയത്. നീ വായി തോന്നിയത് വിളിച്ചു പറയത്. അപ്പോഴേക്കും അനുപമയും അതുപോലെ പ്രതിഭയും അവിടെ എത്തിയിട്ട്. അപ്പോൾ അനുപമ ചോദിക്കുക, അമ്മ എങ്ങോട്ടാണ് പോയത്? ഞാൻ എങ്ങോട്ട് പോകണടി, നിൻ്റെ ഭർത്താവിനിപ്പോൾ നീയും കുഞ്ഞും മാത്രം മതിയല്ലോ, അതുകൊണ്ട് അവൻ്റെ പെറ്റമ്മയെ അവന് വേണ്ട, പ്രസവിച്ച അമ്മയെ വേണ്ട, അതാണ് അവന് ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത്. അത് കേട്ട ഉടൻ തന്നെ പ്രതിഭ പറയാണ്, അമ്പലത്തിൽ ഇല്ലെന്നല്ലേ പറഞ്ഞേ? അതെ, അവന് നോക്കേണ്ട പോലെ നോക്കണം, അവൻ്റെ പണി നോക്കി പോയിട്ട് ഇപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു, ഞാനൊന്ന് കിടക്കട്ടെ, എന്തൊരു പരവേശം, എന്തൊരു ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോ വാക്കുകൾ പറഞ്ഞിട്ട് സുശീല പെട്ടെന്ന് ഇവരുടെ മുന്നിൽ നിന്ന് പോവാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ഇതിന് മുന്നേ ഇന്ദ്രൻ പറയുന്നുണ്ട്, എന്നെ പെറ്റ അമ്മയാണെന്ന് കരുതി, എന്നെ പെറ്റ സ്ത്രീയാണെന്ന് കരുതി പലതും ക്ഷമിച്ചു ഞാൻ, ഇനി അവർ തോന്നിവാസത്തിന് എങ്ങനെയാ എന്താ ചെയ്തോട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്നത്.